ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെരക്കയും അതേപോലെ തന്നെ പാവയ്ക്കയും വെച്ചിട്ടുള്ള ഒരു രണ്ട് കറിയുടെ റെസിപ്പീസാണ്. അപ്പോൾ നമ്മൾ ചെരക്ക ആദ്യം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ അധികം മൂക്കാത്ത ചെരക്ക വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ പാവയ്ക്കയുടെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പാവയ്ക്കയും അതേപോലെ തന്നെ ചെരക്കയും നമ്മളിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും അതേപോലെ തന്നെ സവാള, പിന്നെ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്കൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം കറിയാക്കിയിട്ടും അതേപോലെ തന്നെ മറ്റേത് ഒലത്തി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിരയ്ക്ക് അധികം മൂപ്പാകാത്തത് വേണം എടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് ഇതേപോലെ മുറിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഉള്ളിൽ ഭയങ്കര കട്ടിയായിരിക്കും, അത് മുറിഞ്ഞു വരത്തില്ല മൂപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിനില്ല ഉണ്ടാക്കിയാലും അത്ര നല്ല സോഫ്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചിരക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതാക്കി നമുക്കിനി പാവയ്ക്ക കൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്ക ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കയ്പൊന്ന് മാറിക്കിട്ടാനായിട്ട് കുറച്ച് സവാള കൂടെ അതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാളയും പാവയ്ക്കയും അതേപോലെ തന്നെ പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒലത്തിയെടുക്കാനായിട്ട് നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ എടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ ചിരക്കയും പയറും കൂടെയാണ് വയ്ക്കാൻ പോകുന്നത്. പയർ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കുക്കറിൽ ഒരു വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പയർ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചിരക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഇനി തേങ്ങയാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മളിവിടെ ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് തേങ്ങ അരച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ പുളി നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒലത്തിയെടുക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് നമുക്ക് ഒലത്തിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ കുറച്ച് വെളുത്തുള്ളി അതേപോലെ ചുവന്നുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും പാവയ്ക്കയോടെ അരിഞ്ഞു വെച്ചേക്കുന്നതോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ പുളിവെള്ളവും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്യേണ്ടതൊക്കെ ഈ സമയത്താണ്. അപ്പോൾ നമ്മൾ ചിരക്ക് വേവിച്ചപ്പോൾ അധികം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, തേങ്ങ അരച്ച് ചേർത്തു, ഒപ്പം തന്നെ നമ്മൾ പുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ചിരക്കയിൽ അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിനി നമ്മുടെ ചിരക്കയിലായിട്ട് കുറച്ച് കടുക് കൂടെ പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ കടുകൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതുകൂടെ നമ്മൾക്കിട്ട് നമ്മുടെ ചിരക്കക്കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരക്കയും പയറും വെച്ചിട്ടുള്ള ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അധികവും വീട്ടിലും പച്ചക്കറിയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് അവിടെ ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വേണം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയും സവാളയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ആ പാവയ്ക്കയുടെ കയ്പ്പ് നല്ലപോലെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി പാവയ്ക്കൊക്കെ ഒലത്തിയെടുക്കുമ്പോൾ എല്ലാവരും സവാളയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് നല്ല കുറവായിരിക്കും.
കയ്പ്പുണ്ടായിരിക്കും, പക്ഷേ കുറവായിരിക്കും കയ്പ്പ് ഇങ്ങനെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.